ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ ചേർത്തലയിലാണ് കേട്ടോ. നമ്മളുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ലൈവിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ ലൈവിലേക്ക് ഇത് ഞങ്ങളുടെ അന്നക്രിസ്റ്റാമോളാ കേട്ടോ. അന്നക്രിസ്റ്റാമോളാണ് ഇത്. ഇപ്പൊ ഞാൻ എന്റെ ഇളയ സഹോദരിയുടെ വീട്ടിലാണ്. അവര് ചേർത്തലയിലാണ് കേട്ടോ. ചേർത്തല ടൗണിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. മരുത്തോർവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോ അവിടെയാണ്. അപ്പോൾ അവിടെ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അളിയനും പെങ്ങളും ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവരെ കാണാനായിട്ട് വന്നതാണ്. അപ്പോ ആണ് നമ്മുടെ അന്നക്രിസ്റ്റ സ്കൂളിലൊക്കെ പോയിട്ട് ഓടി വന്നല്ലേ. ഓടി വന്ന് എന്താ ഉച്ചയ്ക്ക് കഴിച്ചേ? ചോറാണ്, ബിരിയാണി. ബിരിയാണി കഴിച്ച്. ഏത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയാണ് അവള് കഴിച്ചത് കേട്ടോ. അവള് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോ പിന്നെ ബിരിയാണി ഇഷ്ടപ്പെട്ടോ? നല്ല ബിരിയാണിയാണോ? പിന്നെന്താ കഴിച്ചേ? അല്ല, ഫ്രൂട്ട്സ്. എന്തൊക്കെയാ ഫ്രൂട്ട്സ് കഴിച്ചേ? മുന്തിരി, ആപ്പിള്, മാതള നാരങ്ങ, അതൊക്കെ കഴിച്ചു അല്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ സ്കൂളിലെ ഇല്ലെന്ന് തോന്നുന്നു. അതാ പിന്നെ നമ്മൾ വന്നിട്ടുണ്ട്, ലൈവിൽ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അന്നക്രിസ്റ്റയാണ് കേട്ടോ. അന്നക്രിസ്റ്റ പാട്ടൊക്കെ പാടും കേട്ടോ. അന്നക്രിസ്റ്റ ഭയങ്കര പാട്ടുകാരിയാണ്. അന്നക്രിസ്റ്റ ഭയങ്കര ഡാൻസുകാരിയാണ്. അന്നക്രിസ്റ്റ ഭയങ്കര പെർഫോമൻസ് ഒക്കെ ചെയ്യും കേട്ടോ. നല്ല ഒരുപാട് ഡാൻസിന്റെ ഒക്കെ നല്ല ഡാൻസ്. ഇത് എന്റെ ഇളയ പെങ്ങളും അമ്മച്ചിയാണ്. ഇത് അമ്മച്ചിയും ഇളയ പെങ്ങളുമാണ്. അപ്പോ അവര് ഇപ്പോ ലൈവാ കേട്ടോ. ഇപ്പം എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിലപ്പോ ദീപ ഒക്കെ കാണുന്നുണ്ടാവും. ദീപ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കൂട്ടുകാരില്ലേ? സ്കൂളിലൊക്കെ ഒരുപാട് കൂട്ടുകാരില്ലേ? അല്ല, അന്നക്രിസ്റ്റയ്ക്ക് സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരില്ലേ? ഉണ്ട്. ഇങ്ങോട്ട് നോക്കി പറ. ഒരുപാട് കൂട്ടുകാരുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയുടെ പേരെന്നാ? എസ്റ്റ. പിന്നെ ടീച്ചറുടെ പേരെന്നാ? ജാൻസി ടീച്ചറോ? അപ്പൊ അന്നക്രിസ്റ്റയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അന്നക്രിസ്റ്റ മോള് ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഞാനിപ്പോ എന്റെ ഇളയ പെങ്ങളുടെ വീട്ടിലാണ്, ചേർത്തലയിലാണ്. അപ്പോൾ ചേർത്തലയിൽ വന്നതാണ്. അപ്പോ അങ്ങനെ ഇവിടെ ഉച്ചയ്ക്ക് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത് എന്താന്ന് പറഞ്ഞു കൊടുത്തു. ബിരിയാണിയാ? ഏത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. അതിന്റെ കൂടെ എന്താ കഴിച്ചേ? ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ആപ്പിള്, മുന്തിരി, അതൊക്കെ കഴിച്ചല്ലേ? അപ്പം അവള് പറയുമായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? അപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ചു. പിന്നെ ആപ്പിള് കഴിച്ചു, മുന്തിരി കഴിച്ചു, ഓറഞ്ച് കഴിച്ചല്ലേ? ഫ്രൂട്ട്സ് ഒക്കെ നിനക്ക് ഇഷ്ടമാണല്ലേ? ഇതാ അവള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കാണ്. കണ്ട. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നടക്കുക. കാരണം പുറത്ത് റേഞ്ചിന്റെ ഒരു ഇത് വന്നപ്പോഴത്തേന് അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയ ഇവിടെ ഇപ്പം കുറച്ച് റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലൈവിൽ എല്ലാവരും തുടരുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ പറ, അന്നകൃഷ്ണ എന്നപ്പോഴത്തേന് ഞങ്ങള് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ? അന്നകൃഷ്ണയ്ക്ക് ഒരു ആഗ്രഹം ലൈവിൽ വരണമെന്നല്ലേ? അങ്കിളുടെ കൂടെ ഒരു ലൈവിൽ വരണമെന്ന് ആഗ്രഹം അല്ലേ? പറ, അതുകൊണ്ടാ വന്നെന്ന് പറ. അന്നകൃഷ്ണ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്നൊക്കെ ഉണ്ടോ? അന്നകൃഷ്ണ ഭയങ്കര ഡാൻസുകാരിയാണ്, അതുപോലെ പാട്ടുകാരിയാണ്. അല്ലേ? ശരിയാക്കും. പിന്നെ ഞങ്ങള് പുറത്താണ്, മുറ്റത്താണ്. പറ, മുറ്റത്താണ്. പിന്നെ വേറെ എന്തുണ്ട്? വാ, നീ വാ.
അതെന്താണ്? എന്താ? അപ്പോ നമ്മളുടെ വീഡിയോ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും അല്ലേ എന്നെ കൃഷ? എല്ലാവർക്കും പറ, നീ പറ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പറഞ്ഞേ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാരും ഞങ്ങളുടെ കൂടെ നിക്കണേ. ലൈവിന് ഇടയ്ക്ക് ആരോ കോൾ ചെയ്യുന്നു. അതിപ്പം നമ്മുടെ ലൈവ് കട്ടായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ലൈവ് ചെയ്യുവാണ്. അതുകൊണ്ട് ഇപ്പൊ കോൾ ചെയ്യാതിരിക്കുക. ഞങ്ങളുടെ ലൈവ് സപ്പോർട്ട് ചെയ്ത് തരിക. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചേർത്തലയിലെ ഇളയ പെങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വരാം. ഇപ്പൊ ഇങ്ങനെ ചേർത്തല വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു വീഡിയോ നമ്മളുടെ അന്നക്രിസ്റ്റാമോളുടെ ഒരു സന്തോഷത്തെ പ്രതി ഞാൻ ചെയ്ത കേട്ടോ. അവളെന്റെ ഒരുപാട് വീഡിയോയിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി അവക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്താണ്. അപ്പോ തുടർന്നും എല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. ഇപ്പൊ തന്നെ ഫോളോ ചെയ്യ, എല്ലാരും ഫോളോ ചെയ്യാൻ പറ. കൈ കാണിക്കേ. ഇനിയും വരാം ഞങ്ങൾ ഇടയ്ക്ക്. ഉമ്മ പറ, ഉമ്മ. ഓക്കെ, അവളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്താ കേട്ടോ. ഓക്കെ, താങ്ക് യു.